മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തന്റെ ആദ്യത്തെ ക്യാബിനറ്റിലെടുത്ത തീരുമാനത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ആശാവർക്കർമാരുടെ സമരത്തിൽ പങ്കാളിയായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അവർക്ക് എന്നാൽ കഴിയാവുന്ന ചെറിയ സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനത്തെ, മുഖ്യമന്ത്രിയുടെ ഈ ഒരു നടപടിയെ ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. പറഞ്ഞ വാക്ക്, അതിന്റെ ആദ്യ പടി അദ്ദേഹം പാലിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പാലിച്ച മറ്റൊരു തീരുമാനമാണ് KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാനുള്ള തീരുമാനം. വ്യക്തിപരമായിട്ട് ഒരു സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു കോർപ്പറേഷന് നഷ്ടമുണ്ടാവുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനോട് പൂർണ്ണമായും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു നടപടി അദ്ദേഹം എടുത്തതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ കാലത്ത് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ വാദിക്കുന്ന വലിയൊരു സമൂഹമുള്ള കാലത്ത് സ്ത്രീ പുരുഷൻ എന്ന വേർതിരിവോടുകൂടി തന്നെ സൗജന്യങ്ങൾ അനുവദിക്കുന്നു എന്നതിൽ എനിക്ക് എന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്, ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ചും കൂടെ പ്രായോഗികമായിരുന്നെങ്കിൽ എന്ന് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിച്ചു പോവുകയാണ്. അതായത് അർഹതപ്പെട്ടവർക്ക് നീതി ലഭിക്കണം. അർഹതപ്പെട്ട ഒരാൾ സ്ത്രീയാണെങ്കിൽ സ്ത്രീക്ക് നീതി ലഭിക്കണം. അർഹതപ്പെട്ട ഒരാൾ പുരുഷനാണെങ്കിൽ ആ പുരുഷന് നീതി ലഭിക്കണം. അപ്പോൾ നീതി ലഭിക്കുന്നതിന്റെ മാനദണ്ഡം അല്ലെങ്കിൽ സഹായങ്ങൾ ലഭിക്കുന്നതിന്റെ മാനദണ്ഡം ജെൻഡറായി മാറാതെ പകരം നീതിയായി മാറുകയായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം തീരുമാനങ്ങൾക്ക് കുറച്ചും കൂടെ മഹത്വമേറിയനെ. അതായത് ഇന്ന് കേരളത്തിൽ ഒരു നേരത്തെ വരുമാനത്തിനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ജോലിക്ക് വേണ്ടിയിട്ട് നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അസുഖങ്ങൾ മൂലവും മറ്റ് പല പ്രശ്നങ്ങൾ മൂലവും ജോലി ചെയ്യാൻ കഴിയാതെ ഒരു കാലത്ത് കുടുംബത്തെ സ്വന്തം ചുമലിലേറ്റി ജീവിതം ഇന്ന് ഇല്ലാതായി കിടക്കുന്ന എത്രയോ പുരുഷന്മാർ എത്രയോ വീടുകളിൽ കിടപ്പുണ്ട്. ഇവർക്കൊക്കെ ഇന്ന് വരുമാനമില്ല, ഇവർക്കൊക്കെ ഇന്ന് ജോലിയില്ല, അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ തന്നെ അവരുടെ കുടുംബം നടത്തിക്കൊണ്ടു പോകാൻ കഴിയത്തക്ക വരുമാനങ്ങളില്ല. അപ്പം നമ്മളിവിടെ ഒരു മാനദണ്ഡമായി സ്വീകരിക്കേണ്ടിയിരുന്നത് ജെൻഡർ ആയിരുന്നില്ല, പകരം സാമ്പത്തികമായിട്ടുള്ള ഒരുവന്റെ അവസ്ഥയായിരുന്നു. പണ്ട് ഓണക്കിറ്റ് വിതരണം നടത്തിയ സമയത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ 85 ലക്ഷം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് കൊടുത്തപ്പോഴും ഞാൻ ഇതേ അഭിപ്രായം പറഞ്ഞതാണ്. ഓണക്കിറ്റ് 1000 രൂപയുടെ ഓണക്കിറ്റ് ഏറ്റവും സാധാരണക്കാർക്ക് നിങ്ങൾ നൽകിയിരുന്നെങ്കിൽ അത് 2000 രൂപയ്ക്കോ 3000 രൂപയ്ക്കോ നൽകിയിരുന്നെങ്കിൽ അത് അവർക്ക് അത്രയും പ്രയോജനപ്പെട്ടതിന് പകരം നിങ്ങൾ 50,000-ന് മുകളിൽ ശമ്പളമുള്ള മനുഷ്യർക്കും യൂസഫ് അലി സാഹിബ് ഉൾപ്പെടുന്ന ഈ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് ഓണക്കിറ്റ് കൊടുക്കാനെന്ന് തീരുമാനിച്ചപ്പോൾ അതൊരു വിഡ്ഢിത്തരമായി മാറിയില്ല എന്നൊരു അഭിപ്രായം ഞാൻ പങ്കുവച്ചിരുന്നു. സമാനമായ രീതിയിൽ തന്നെ KSRTCയിലെന്നല്ല, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു സഹായം, ഞാൻ സൗജന്യമെന്ന് പറയുന്നില്ല, ഒരു സഹായം താൽക്കാലികമായിട്ടായാൽ പോലും അത് അനുവദിച്ചാൽ അത് നീതിപൂർവമായിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ലഭിക്കുന്ന ഒരാൾക്ക് പൂർണ്ണമായും നമ്മൾ ഈ പറഞ്ഞ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണമെന്ന് പറയുന്നത് ഫീൽ ഉണ്ടാവണം.